കോഴിക്കോട്ട് നിന്ന് ചില ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ഷഹീദ്, നമുക്ക് ഈ വാർത്തയിലേക്ക് വിശദമായി വരാം. ബസ് ജീവനക്കാർ അതിനെതിരെ രംഗത്ത് വരികയാണ്. സ്വാഭാവികമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ രാഹുൽ കെ വിയാണ് വിവരങ്ങളുമായി. രാഹുൽ, ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലമാണ്, എന്തും രാഷ്ട്രീയമാകുന്ന സാഹചര്യമാണ്. സ്വാഭാവികമാണ് ഒരു ഹർത്താൽ പ്രഖ്യാപിക്കപ്പെടുന്നു, അതിനെതിരെ നിലപാടെടുക്കുന്നു. വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ ഹർത്താലിനെതിരെ നിലപാടെടുത്തതുമാണ്. ഇപ്പോൾ രാവിലെ മിഠായി തെരുവിൽ കടകൾ തുറക്കുമ്പോൾ അത് അടപ്പിക്കാൻ വരുന്നു. അങ്ങനെ ഒരു സീനാണ് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിൽ അങ്ങനെയൊന്നും കണ്ടില്ല. ഇപ്പോൾ പക്ഷേ മറ്റൊരു സീൻ ബസ് സ്റ്റാൻഡിൽ അരങ്ങേറുകയാണ്. എങ്ങനെയാണ് ആ തർക്കം? രതീഷ്, ബസ്സുകൾ തടയുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. നിലവിൽ നമ്മൾ ഈ കാണുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ബസ് ജീവനക്കാരും തമ്മിലുള്ള തർക്കമാണ്. അതായത് ഈ ബസ് തൃശ്ശൂരിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെടുന്ന ബസ്സാണ്, യാത്രക്കാരെയൊക്കെ കയറ്റിയതാണ്. ആ സമയത്ത് പ്രവർത്തകർ വന്ന് തടഞ്ഞു. ഹർത്താലാണ്, യാത്ര പോകാൻ അനുവദിക്കാൻ കഴിയില്ല എന്ന് പ്രതിഷേധവും തർക്കവുമൊക്കെയാണ് കോഴിക്കോട് മഫ്യൂസൽ ബസ് സ്റ്റാൻഡിൽ. തൃശ്ശൂരേക്കുള്ള ഒരു ബസ് അത് തടയാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതിനിടെയാണ് തർക്കമുണ്ടായത്, ഉന്തം തള്ളുമുണ്ടായത്. രാഹുലുണ്ട്. രാഹുൽ, അവിടെ എന്താണ് സംഭവിക്കുന്നത്? രതീഷ്, അത് തന്നെയാണ്. യാത്രക്കാരുമായി തൃശ്ശൂരിലേക്ക് പോകാനുള്ള ആ ഒരു ബസ് തടഞ്ഞതാണ് പ്രതിഷേധത്തിന് കാരണമായത്. ബസ് ജീവനക്കാർ സംഘടിച്ചെത്തിക്കൊണ്ട് വാഹനം തടയുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറയുകയാണ് ഉണ്ടായത്. സ്വകാര്യ ബസ്സുകൾ മാത്രം തടഞ്ഞാൽ പോരാ, KSRTC ബസ്സുകൾ ഓടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എല്ലാ വാഹനങ്ങളും തടയണം, തുറന്ന കടകളൊക്കെ അടപ്പിക്കണം. അല്ലാതെ ഈ സ്വകാര്യ ബസ്സുകൾ മാത്രം തടഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുന്ന രീതി അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ബസ് ജീവനക്കാരെടുത്തത്. അത് യൂത്ത് കോൺഗ്രസ്സുകാരും ബസ് ജീവനക്കാരും തമ്മിലുള്ള വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചു. എന്തായാലും ആ ബസ് സർവീസ് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ്. എന്താ ഇവിടെന്ന് പറഞ്ഞ രാമനാട്ട ഇത്രയും സ്ഥലങ്ങൾ ഒരു പ്രശ്നമില്ല. ഇല്ലെന്ന് ഇവിടെ മാത്രം ഈ ലുലുമാള് പോലത്തെ സ്ഥാപനങ്ങളൊക്കെ തുറന്നുണ്ട്. അത് നടപ്പിക്കാൻ എന്താ ബസ്സുകാർക്ക് മാത്രം കുഴപ്പം, പ്രൈവറ്റ് വണ്ടിക്കാർക്ക്? ഹർത്താലാണെങ്കിലും ഓടാൻ തീരുമാനിച്ചത് തന്നെ അല്ലേ? ഹർത്താൽ ഇവിടെ ഇവര് ഇന്നലെ രാത്രി ഹർത്താൽ ആരും അറിഞ്ഞിട്ടുണ്ടാവുക. ഞങ്ങൾ ലോങ് വണ്ടിക്കാരാണോ? അപ്പൊ ഞങ്ങൾ രാവിലെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ രാവിലെ ഇതുവരെ വന്നോണ്ടിരിക്കണം. പിന്നെ ഇതുവരെ വന്നിട്ട് നമ്മളോട് തിരിച്ചു പോകാന്ന് പറഞ്ഞാല് ജനങ്ങൾ എന്ത് ചെയ്യാ? ജനങ്ങളെ പാതി നമുക്ക് ഇറക്കാൻ പറ്റുമോ? ജനങ്ങളെ സുരക്ഷിത നമ്മൾ കണക്കൂട്ടണ്ടേ? നമ്മൾ അതിനാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണ്ടേ?
അപ്പൊ നമ്മൾ ഇതുവരെ രാമനാട്ടുകാരെ പകുതി വരെ വന്നിട്ട് നമുക്ക് കൊടുത്തിട്ട് ഇറക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ഇതുവരെ വരുന്നുണ്ട്, അവര് നമ്മളോട് സഹകരിക്കാൻ തയ്യാറുണ്ട്. അപ്പൊ നമ്മൾ സഹകരിക്കുന്നുണ്ട്, ഇനി വരില്ല എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വന്ന വണ്ടിക്കാരെ തിരിച്ചു പോകുന്നുള്ളതാണ്. ഇപ്പൊ ഒത്തിരി വണ്ടികൾ, ഇഷ്ടംപോലെ വണ്ടികൾ ഇവിടെ ഓടുന്നുണ്ട്. അതൊന്നും വണ്ടികളൊന്നും ഓടണില്ല. അപ്പൊ കാരണം ഹർത്താൽ ഇത് അനുകൂലിച്ച് നമ്മൾ സഹകരിക്കാൻ തയ്യാറാണ്, ഇത്രയും വണ്ടികൾ. പക്ഷെ ഇവിടെ വന്ന വണ്ടികൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഉള്ള ആൾക്കാരായിട്ട് പോകണോ, നമുക്ക് കാലിക്ക് ഡീസൽ അടിച്ചിട്ട് പൈസ കിട്ടണ്ടേ. അപ്പോൾ വന്ന വണ്ടികൾ തിരിച്ചു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടെ വണ്ടികൾ സ്ഥിരമായിട്ട് ഇവിടെ രാവിലെ ഒന്നും ഓടലില്ല. ഇപ്പോൾ സിറ്റി ബസ് ഓടണില്ല, ലോക്കൽ വണ്ടികളൊന്നും ഓടണില്ല. ലോങ്ങിൽ നിന്ന് വരുന്ന വണ്ടികൾ അവരുള്ള ആൾക്കാരായിട്ട് പോകുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പൊ എത്ര സ്റ്റാൻഡിൽ എത്രത്തോളം ആൾക്കാരുണ്ട് ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയണതാണ്. വന്ന വണ്ടിക്കാർ സഹകരിച്ച് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനാണ് ഇപ്പോൾ അവർ ഓടരുത് എന്ന് പറയുന്നത്. ഞങ്ങൾ ഓടില്ല, ഞങ്ങൾ വന്ന വണ്ടിക്കാർ പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് സഹകരിക്കാം. നമുക്ക് KSRTC ഓടുന്നുണ്ട്, യാത്രക്കാരെ ഇവിടെ ഇറക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ. യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതാക്കാം. അവര് ബുദ്ധിമുട്ട് ഇത്രയും ഒരു ഹോട്ടലില്ല, മറ്റുള്ള കാര്യങ്ങളില്ല. അപ്പൊ അവര് എത്തേണ്ടടത്തേക്ക് എത്തിക്കണ്ട, നമ്മൾ അതിനുള്ള ഓടണത്. അപ്പൊ ഉള്ള ആൾക്കാരെ നമ്മൾ കൊണ്ടുപോകണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോ അത് അവരെ അഹങ്കരിച്ചിട്ട് ഓടണതല്ല. അങ്ങനെ നമുക്ക് താല്പര്യമില്ല. നമ്മളെല്ലായിടത്തും അന്വേഷിച്ചിട്ടാണ് കോഴിക്കോട്ട് സ്വകാര്യ ബസ് സ്റ്റാൻഡ് മുഫ്യൂസൽ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള പ്രതികരണമാണ് കാണുന്നത്. ദീർഘദൂര ബസ്സുകൾ മാത്രമേ, പ്രൈവറ്റ് ബസ്സുകൾ മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ എന്നതാണ് ആ ബസ് ജീവനക്കാരൻ പറയുന്നത്. അതിനിടെയാണ് അവിടെ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായത്.